പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ ഇങ്ങനെ ഒരു നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ? അറിയില്ലെങ്കിൽ ഇങ്ങോട്ട് പോരി. ഈ ചാനലിൽ ഇതുപോലെയുള്ള അടിപൊളി പലഹാരങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ പറഞ്ഞൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എങ്കിലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിപൊളി നെയ്യപ്പം നമുക്ക്. ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാണില്ലേ, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് 5.5 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിയിലേക്കുള്ള അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. 2 കപ്പ് അരി വെള്ളത്തിലിട്ട് കുതിർത്തി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കര പാനീയം ഉണ്ടാക്കുകയാണ്. ശർക്കര പാനീയം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. അരി അരക്കാൻ ആവശ്യത്തിലുള്ള വെള്ളം മാത്രം ശർക്കര പാനീയത്തിൽ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഇനി നമ്മൾ ഇതൊക്കെ ചതച്ചിട്ട് വരികയാണ്. ഏലുണ്ട്, പട്ടുണ്ട്, ഇതൊക്കെ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. 1 ഇഞ്ചി കഷ്ണവും ഉണ്ട്. ഇതെല്ലാം ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നാളികേരം ഇതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിയിലേക്കുള്ള നാളികേരം ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ 1 മുറി വരെ എന്തായാലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശർക്കര പാനീയം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഈ ശർക്കര പാനീയം കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കഴുകി കുതിർത്ത് മാറ്റി വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നാളികേരം നേരത്തെ കാണിച്ചെന്നില്ല, ആ നാളികേരം ചിരകിയെടുത്താണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ജീരകം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ചേർത്തെടുക്കുക. അപ്പോൾ ഇനി ആ ശർക്കര പാനീയം ചൂടാറിയതിന് ശേഷം അരിച്ചെടുക്കാൻ പോവാണ്. അരിച്ചെടുക്കുന്നത് കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഏലക്കായുടെയും ഇഞ്ചിയുടെയും പട്ടയുടെയും ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ മാവ്. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് നമുക്ക് കണ്ടില്ലേ, ശർക്കര പാനീയത്തിലെ വെള്ളമൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. സാധാ വെള്ളം, പച്ചവെള്ളം ഒന്നും നമ്മൾ പാർന്നു കൊടുക്കരുത്. വെറും ശർക്കര പാനീയത്തിൽ അരച്ചെടുക്കുക. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനീയത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാലും ചെറുതായിട്ട് തരികളുണ്ടാവും, അത് പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് എഴുതിയിട്ട് അരക്കാതെ വരരുത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നെയ്യിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതും കരിക്കട്ടാവാതെ നോക്കുക, എങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്യാസ് ഓഫാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ പ്രിയപ്പെട്ടവരെ. ഇഞ്ചിയുടെ, ഏലക്കായുടെ, പട്ടയുടെ എല്ലാം ടേസ്റ്റ് നിറഞ്ഞുകൊണ്ട് അവസാനമായിട്ട് നെയ്യിൻ്റെ ടേസ്റ്റും അതുപോലെ കറുത്ത എള്ളിൻ്റെ ടേസ്റ്റും ചേർന്നുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്കൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് വെച്ചിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഈ മാവൊന്ന് ചൂടായിക്കണം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡ്രോപ്പായിട്ട് ഉറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഒഴിച്ചെടുക്കുക. ഇതുപോലെ ഒഴിച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഓരോ നെയ്യപ്പവും കിട്ടുക. ഇനി ഇതിലേറെ നല്ലൊരു ചൊറുക്കിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി മൈദപ്പൊടി വിതറി കൊടുത്താൽ മതി. മൈദ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി സൂപ്പറായിട്ട് നല്ല പൊങ്ങിയിട്ട് വരും. അപ്പോൾ ഇത് ഇങ്ങനെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഈ രൂപം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഈ ഒരു പരുവത്തിലാണ്. ഇനി മൈദപ്പൊടി ഇട്ടാൽ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിക്കാണ്ട് നല്ലൊരു പരുവത്തിൽ കിട്ടും കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് മൈദപ്പൊടി ഇട്ടാൽ അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. ഇങ്ങനെയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ മൈദപ്പൊടി ഇടാതെ നിങ്ങളത് നന്നാവുകയാണെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി നിങ്ങൾ ഇട്ട് കൊടുക്കരുത്. നെയ്യപ്പത്തിലേക്ക് എപ്പോഴും അരിപ്പൊടി തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അരി അരച്ചിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മൈദപ്പൊടി നന്നാകണില്ല എന്ന് കണ്ടാൽ മാത്രം കുറച്ച് മൈദപ്പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ പ്രിയപ്പെട്ടവരെ. ഈ ഒരു പരുവത്തിലൊക്കെ നന്നായാൽ പോരെ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറേ നെയ്യപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പലതും പല മോഡലിലുള്ള വീഡിയോ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഏതാച്ചാൽ ഏത് മോഡൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മോഡലിലും ഉണ്ടാക്കിക്കോളി. എല്ലാം അടിപൊളിയാണ്.
അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. പിന്നെന്താ പറയാൻ, കൂടുതൽ പറയാനൊന്നുമില്ല. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി കൂടുതലൊന്നും ചുട്ട് കാണിക്കാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇത്രയും മാവ് ബാക്കിയുണ്ട്. ഇനി നമുക്ക് നാളെ ചുട്ടെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവുകയാണ്. കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ ചുട്ടുകൊണ്ടിരുന്നാൽ എനിക്ക് വീഡിയോക്ക് ഒറ്റ നെയ്യപ്പം പോലും ഉണ്ടാവില്ല, ഓഡിയോ ഉണ്ടാവില്ല, വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് വേഗം പ്രദർശിപ്പിച്ചിട്ട് ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാൻ പിറ്റേന്ന് ചുട്ടെടുക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ, എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പ്രിയപ്പെട്ടവരെ, നല്ല ടേസ്റ്റാണ്. ഏതായാലും ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ തന്നെയാണ്. അല്ലാതെ ഇപ്പം നമുക്ക് ഫ്രിഡ്ജിലല്ല ആൾമറി കൊണ്ട് ഈ ഭാഗത്തൊക്കെ ഒന്നല്ലല്ലോ, കുട്ടികൾക്ക് തന്നെ കൊടുക്കും, എല്ലാ കുട്ടികൾക്കും കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ വീഡിയോ എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യാതെ ഏതെങ്കിലും പൊന്നു കൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഇതുപോലെയുള്ള നെയ്യപ്പൊക്കെ നല്ല ടേസ്റ്റാണ്. പുറമേ ക്രിസ്പിയും ഉള്ളു സോഫ്റ്റിയാണ് നെയ്യപ്പം ഉണ്ടായിരിക്കേണ്ടത്. ഇത് എത്ര സമയം കഴിഞ്ഞാലും ഈ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നും ഉണ്ടാക്കി നോക്കണേ പ്രിയപ്പെട്ടവരെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പാക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് എനിക്ക് എന്താ അറിയില്ല, കുറച്ച് വ്യൂസൊക്കെ കമ്മിയാണ്. അപ്പോൾ നിങ്ങളാരും എൻ്റെ ചാനലും വീഡിയോ ഒന്നും കാണാറില്ലേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ വീഡിയോ കണ്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഓരോ റെസിപ്പി കേട്ടോ ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് പോകാറുള്ളത്. കാരണം എനിക്ക് ഈ നീട്ടി വെച്ചുണ്ടാക്കണ വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഓരോ റെസിപ്പി ആയിരിക്കും വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും ആ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ റെസിപ്പികളും നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നാകുമെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പാക്കാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ പൊന്നു കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇനിയും വൈൻഡപ്പ് ആക്കാൻ നിൽക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെന്തിട്ടുള്ള നല്ല എള്ളിൻ്റെ ടേസ്റ്റോട് കൂടിയുള്ള നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ല ടേസ്റ്റുള്ള നെയ്യപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ, അടുത്തൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.